നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും കോപ്പ അമേരിക്ക കപ്പ് മറ്റന്നാൾ 5:30 മെസ്സി ടീമും കാനഡയുമായ ഒരു മത്സരമുണ്ട്. തീർച്ചയായിട്ടും അടിച്ചു പുറത്താക്കപ്പെട്ട ബ്രസീൽ ടീം ഒന്ന് കാണണേ. ആ ഒരു ഗെയിം വളരെ സത്യസന്ധമായ രീതിയിൽ, വളരെ മാന്യമായ രീതിയിൽ ഓരോ മൂവ്മെന്റ്സും കാണാൻ നിങ്ങൾ കാത്തിരിക്കുക. എല്ലാ ടീമുകളോടും വളരെ മാന്യമായ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന മെസ്സി എന്ന് പറയുന്ന ആ ഒരു മാന്യതയുടെ ഫുട്ബോൾ പ്ലെയറെ തീർച്ചയായിട്ടും ഒരു സല്യൂട്ട്. കഴിഞ്ഞ ദിവസം ബ്രസീൽ തോറ്റപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോക്ക് താഴെ ഒത്തിരി തെറികളുടെ അഭിഷേകമായിരുന്നു. വളരെ സങ്കടമുണ്ട്. കാരണം സത്യവത്തായ കാര്യം, ബ്രസീലിനെ അടിച്ചു പുറത്താക്കി. തീർച്ചയായിട്ടും ബ്രസീൽ തോറ്റു തൊപ്പിയിട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതും ഈ അർജന്റീന നിൽക്കുന്ന സമയത്ത് തന്നെ. നിലവിൽ നിങ്ങൾ മനസ്സിലാക്കുക, മറ്റന്നാൾ 5:30 അർജന്റീന കാനഡ നല്ലൊരു മത്സരമായിരിക്കും. തീർച്ചയായിട്ടും പരസ്പരം തല്ലുപിടിക്കാതെ, പോര് കൂട്ടാതെ ഒരു മത്സരം നമുക്ക് നേരിട്ട് കാണാം. തീർച്ചയായിട്ടും കട്ടക്കാത്തിരിപ്പാണ്. മെസ്സിപ്പടയും കാനഡയുമായുള്ള ആ ഒരു നല്ലൊരു മത്സരം തീ പാറും ഗ്രൗണ്ടിൽ. ഫുട്ബോൾ ലോകകപ്പിന് ശേഷം മെസ്സി എന്ന് പറയുന്ന ആ ഒരു താരത്തെ സൈബർ ആക്രമണത്തിലൂടെ ഒത്തിരി കുന്തമുനയിൽ കയറ്റിയ ടീമാണ് ഈ ബ്രസീൽ എന്ന് പറയുന്ന ടീമിന് ഒത്തിരി ഫാൻസുകളും. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം, വളരെ മാന്യമായ രീതിയിൽ ഗെയിം മുൻപോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു വ്യക്തിയെ എന്തിനാണ് വെറുതെ ക്രൂശിക്കുന്നത്? ഇനി അർജന്റീന തോക്കുമെന്നൊരു വിചാരം വേണ്ട. നിങ്ങളുടെ കഴുകൻ കണ്ണുകളും കരിങ്കണ്ണും ആ ഒരു മെസ്സിക്ക് മീതെ പതിക്കാതിരിക്കാൻ അർജന്റീനയുടെ വലിയ പ്രേക്ഷകർ തന്നെ പ്രൊട്ടക്ട് കൊടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അർജന്റീന കാനഡ ഗെയിം അർജന്റീന തീർച്ചയായിട്ടും ജയിക്കുമെന്നുള്ളത് നമുക്ക് നേരിൽ കാണാം. എന്തിനാണ് സ്വന്തം ടീം അടിച്ച് പുറത്തായാൽ, തോറ്റു തൊപ്പിയിട്ട് പുറത്തായാൽ മറ്റുള്ള ടീമുകളെ സൈബർ ആക്രമണത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്? തീർച്ചയായിട്ടും പ്രേക്ഷകന്മാരോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുട്ബോളിനെ പ്രണയിക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവർക്കും കണ്ണുകളുണ്ട്, കാതുകളുണ്ട്, ഹൃദയമുണ്ട്. തീർച്ചയായിട്ടും പ്രതികരിക്കുക തന്നെ ചെയ്യും. ലോക ഫുട്ബോളിൽ ഒരു ടീമുകളും രാജാക്കന്മാരല്ല. ഞങ്ങൾ രാജാക്കന്മാരാണ്, ഞങ്ങളെ നേടൂ ആ ഒരു കപ്പ് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ, അതങ്ങനെ എടുത്ത് അങ്ങോട്ട് മാറ്റിയേക്ക്. തീർച്ചയായിട്ടും ആമ്പിള്ളേർ കപ്പടിക്കും. ഫുട്ബോൾ എന്ന് പറയുന്ന ലോകമറിയപ്പെടുന്ന ആ ഒരു ഗെയിമിൽ മാന്യതയുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഗെയിമുമായി മുൻപോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ കപ്പടിക്കാൻ സാധിക്കുള്ളൂ. തീർച്ചയായിട്ടും ഒരു 100 വോൾട്ടേജിലുള്ള കാര്യമാണ്. ബ്രസീൽ എന്ന് പറയുന്ന ഫാൻസുകാർ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, നെയ്മർ ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് കപ്പടിക്കാൻ പറ്റുള്ളൂ. നെയ്മർ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഗോൾ അടിച്ചാനെ. നെയ്മർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് കപ്പ് കിട്ടാൻ. എന്ത് മണ്ടത്തരമാണ്, എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഒരു ടീം മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരു വ്യക്തിയുടെ പേരല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ സമർപ്പിക്കുന്ന ആ ഒരു ഗെയിമുണ്ട്, സത്യസന്ധമായ രീതിയിലുള്ള ഒരു ഗെയിമുണ്ട്. അത് ഫുട്ബോൾ ആയാലും ശരി, ക്രിക്കറ്റ് ആയാലും ശരി, ഹോക്കി ആയാലും ശരി, വളരെ സത്യസന്ധമായ രീതിയിലും മാന്യതയോടുകൂടിയുമുള്ള ഗെയിം. അതാണ് നിങ്ങൾക്കില്ലാത്തത്. നിങ്ങൾ എന്ന് പറയുന്ന ആരാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അപ്പോൾ ഒരു വ്യക്തിയെയോ ഒരു ടീമിനെയോ സൈബർ ആക്രമണത്തിലൂടെ തോൽപ്പിക്കാമെന്നുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ, അത് എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞേക്കൂ. തീർച്ചയായിട്ടും അത് നടപടിയാവില്ല. കാരണം കാൽപന്ത് കളി എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൽ സ്ട്രോങ് ആയിരിക്കണം. ബോളും നന്നായിട്ട് തട്ടാൻ പഠിക്കണം. അല്ലാതെ വെറുതെ വന്നിട്ട് കുറെ തള്ളിയിട്ടുകൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ കരഞ്ഞു കാണിച്ചുകൊണ്ടോ ഈ പറയുന്ന ഒരു കപ്പൊന്നും അടിക്കാൻ പറ്റില്ല. ലോകകപ്പിലൊക്കെ നെയ്മറൊക്കെ പൊട്ടിക്കരയണ സീൻ കണ്ടിട്ടുണ്ട്. എന്തെന്നാണത്? വെറുതെ മുട്ടിക്കഴിഞ്ഞാൽ അപ്പക്കരയും, തൊട്ടുകഴിഞ്ഞാൽ അപ്പക്കരയും. എന്ത് ഗെയിമാണോ കളിക്കുന്നത്? ഇതാണ് ആ ഗെയിം. ഫുട്ബോളിന്റെ വില കളയാൻ വേണ്ടി ചവിട്ടി താഴ്ത്താനോ അല്ലെന്നുണ്ടെങ്കിൽ മോശമായ രീതിയിലുള്ള അഭിപ്രായത്തിലൂടെ തോൽപ്പിക്കാനോ വന്നതല്ല. തീർച്ചയായിട്ടും നല്ലൊരു പ്രതികരണമായിട്ട് വന്നാണ്. എന്തായാലും അർജന്റീന കാനഡ ഗെയിം സത്യസന്ധമായ രീതിയിൽ ഇരുന്ന് കാണുക. തീർച്ചയായിട്ടും ആര് വിജയിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും, എന്റെ മനസ്സിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ വാക്കുകൾക്കെതിരെ പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വരിക. ഐ ആം വെയിറ്റിംഗ്.